നീ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. പക്ഷെ കാണാതെ തന്നെ വിശ്വസിക്കണം. കാരണം എപ്പോഴും കാഴ്ചകൾ ആവർത്തിക്കപ്പെടണമെന്നില്ല. ഉദാഹരണം, മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മനസ്സിലായോ? ഇപ്പൊ എന്താ സംഭവിച്ചേ? കണ്ടു. ആരെ കണ്ടു? ദൂതനെ കണ്ടു. ഇപ്പൊ കണ്ടു. നിങ്ങൾ ബൈബിള് മുഴുവൻ അരിച്ച് പറക്കി വായിച്ചോ, പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേലും കുഴപ്പമില്ലായിരുന്നു. മകനെ കഴിമരത്തിൽ ആണി അടിച്ച് കയറ്റുന്ന സമയത്തെങ്കിലും ഒരു ദൂതൻ വന്നിട്ട് പ്രയാസപ്പെടരുത്, ഇത് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ഇത് കഴിയുമ്പോ സംഭവം മൊത്തം മാറാൻ പോവാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ കണ്ടിട്ടില്ല. ഈ കാഴ്ചയുടെ പ്രത്യേകത, ഒരിക്കൽ കണ്ട